നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മ എന്തെങ്കിലും കഴിച്ചോ? നീ പോയി അവനെ കൂട്ടിക്കൊണ്ടുവാ. ഇനി ഞാൻ ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിക്കണമെങ്കിൽ അതെന്റെ മോന്റെ കൈ കൊണ്ട് കിട്ടണം. പോയി അവനെ കൂട്ടിക്കൊണ്ടുവാ. പാറു, പ്രിയൻ, പാറു, പാറു. കൈലാഷ്, ഞാൻ പാറുന്റെ നമ്പറിൽ വിളിച്ചു നോക്കാം. കൈലാഷ്, പ്രിയന്റെ നമ്പറിൽ വിളിച്ചു നോക്ക്. ആ ഭാഗത്തുനിന്നാ ശബ്ദം കേൾക്കുന്നത്. എടാ, ഇത് പ്രിയന്റെ പാർവതിയുടെ ഫോണാണോ? അതെ. അപ്പോ അവരിവിടെ തന്നെ ഉണ്ടാവും. കരുണാകരൻ, നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്തേ പ്രിയൻ വീട്ടിൽ പോയിന്ന് നിങ്ങളല്ലേ പറഞ്ഞ? അത് സാറേ, ആ രജിസ്റ്ററിൽ ഒപ്പ് കണ്ടിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. സാറും കണ്ടതല്ലേ? ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം പ്രിയനും പാർവതി എവിടെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സ്റ്റോക്ക് ലിസ്റ്റ് എടുക്കാനല്ലേ കരുണാകരൻ സാറ് പ്രിയനോട് പറഞ്ഞത്? അതെ സാർ. സ്റ്റോക്ക് ലിസ്റ്റ് എടുക്കുന്നത് ഗോഡൌണിലല്ലേ? അപ്പോ ഗോഡൌണിൽ തന്നെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. അതെ. കരുണാകരൻ, വിളിച്ചെഴുന്നേപ്പിക്കവരെ. സാർ എന്ത് കാണിക്കുന്ന വിടും? അത് തന്നെ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. അന്നം തരുന്ന ഈ സ്ഥാപനത്തിന്റെ ഉള്ളിൽ തന്നെ വെച്ച് വേണോ നിന്റെ തോന്നിയാസം കാണിക്കാൻ? ഞങ്ങൾ എന്ത് തോന്നിയാസം കാണിച്ചെന്നാ സാറേ പറയുന്നേ? എന്ത് തോന്നിയാസം കാണിച്ചു? രണ്ടെണ്ണത്തിന്റെ കോലം തന്നെ കണ്ടാ മനസ്സിലാവില്ലേ ഇവിടെ എന്താ നടന്നേന്ന്? നിങ്ങളെ രണ്ടുപേരെയും കാണാനില്ലാന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഈ നാട് മുഴുവൻ അന്വേഷിക്കുമ്പോ നിങ്ങൾ ഈ ഗോഡൌണിനകത്ത്. നിങ്ങൾ ഇവിടെ എന്തെടുക്കുമായിരുന്നു? എന്താ പാർവതി ഇത്? നീ ഇവിടെ ഉണ്ടെന്ന് മാഡത്തിനോടോ കൈലാഷിനോടോ ഒന്നും വിളിച്ചു പറയാൻ പാടില്ലായിരുന്നു നിനക്ക്? നിന്നെ കാണാനില്ലെന്നറിഞ്ഞപ്പോ കൈലാഷ് എന്തുമാത്രം പേടിച്ചെന്നറിയോ? ഞങ്ങൾ ഇതിനകത്ത് കുടുങ്ങിപ്പോയതാ. പുറത്തു വരാൻ കുറെ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. കള്ളം പറയുമ്പോഴേ അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കള്ളം പറയണം. ഗോഡൌണിനകത്ത് കുടുങ്ങിപ്പോയത്രേ. ഞാൻ കള്ളം പറഞ്ഞതല്ല അരവിന്ദ് സർ, സത്യമാ പറഞ്ഞത്. വീണ്ടും അതേ പല്ലവി തന്നെ. ഇനി ഈ നിൽക്കുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ നിഴലാന്നും കൂടി പറ. അല്ല, അത് ഞങ്ങൾ വിശ്വസിക്കാം. പാറു പറഞ്ഞത് സത്യമാണ് സർ. ഞങ്ങള് സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോ വാതിലടഞ്ഞു. കാറ്റാണെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്.